ഈ നടക്കുന്ന ജന്തർ മന്ദറിന്റെ ഇപ്പൊ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിനോട് ഭയങ്കര എതിർപ്പുള്ള ഒരാളാണ്. ഇതൊരു അനാവശ്യ കോസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഈ നീറ്റ് എന്ന് പറയുന്ന ഒരു ഉപരിവർഗത്തിന്റെ ബാധിക്കുന്ന ഒരു ക്രീം ലെയറിനെ ബാധിക്കുന്ന ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റുഡൻസിന്റെ ഒരു പ്രൊട്ടക്സ്റ്റ് ഇപ്പൊ നാളത്തേക്ക് ആലോചിക്കുകയാണെങ്കിൽ 2026 വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികൾ തെരുവിലിറങ്ങി ഇങ്ങനെ പ്രതിഷേധിച്ചിരുന്നു എന്നൊരു സാധനം നാളെ വരുമായിരിക്കും. നിങ്ങളൊക്കെ അതിനോട് ആ പ്രതിഷേധത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാർ ഇതിൽ കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവുകയും അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കും. അതിനോടുള്ളൊരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം എന്താണ്? തീർച്ചയായും അത് ന്യായമാണ്. നമ്മളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മളിത് ഈ തുറന്ന സമീപനത്തോടെ ഇതിനെ സ്വീകരിക്കുമ്പോഴും ഇതിനെ പോലും വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ടോവിനോൻ്റെ വീടിന് മുമ്പിലുള്ള പ്രതിഷേധം ആയിക്കോട്ടെ, വിസ്മയ മോഹൻലാലിനോട് അതിൻ്റെ ഇതായിക്കോട്ടെ. അപ്പം ഇങ്ങനൊരു തുറന്ന അഭിപ്രായം പറയുന്ന സമയത്ത് നമുക്കൊരു പേടി എപ്പോഴെങ്കിലും തോന്നിയത്? ഇപ്പം ചാക്കോച്ചനൊക്കെ പോസ്റ്റ് ഇട്ട് അതിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഇപ്പം നമുക്കിപ്പോൾ ഒരു സ്റ്റാർ വാല്യൂവിൽ നിൽക്കുന്ന ഒരാളെ ഇപ്പം നമ്മുടെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായമോ തുറന്ന് പറയുന്ന സമയത്ത് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതിനോട് ഉള്ളൊരു പേടി അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് പോകുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേടി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന സമയത്ത് ഈ ഒരു കാര്യം കോൺഷ്യസ് ആവാറുണ്ടോ? ഇത് വൈസ് വേഴ്സയും വരുമല്ലോ. കാര്യം ഈ നടക്കുന്ന ജന്തർ മന്ദറിന്റെ ഇപ്പൊ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിനോട് ഭയങ്കര എതിർപ്പുള്ള ഒരാളാണ്. കാര്യം ഇതൊരു അനാവശ്യ കോസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പൊ ഈ നീറ്റ് എന്ന് പറയുന്ന ഒരു ഉപരിവർഗത്തിന്റെ ബാധിക്കുന്ന ഒരു ക്രീം ലെയറിനെ ബാധിക്കുന്ന ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനു മുമ്പ് മെഡിക്കൽ എൻട്രൻസിന്റെ വിഷയത്തിനേക്കാളും മുമ്പ് നമ്മുടെ നാട്ടിലെ ആഹാര വിതരണത്തിന്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന ഒരു വലിയ സമരം നടന്നിട്ടുണ്ട്. കർഷക സമരം. ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിനകത്ത് നിന്ന് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നിട്ടില്ല. ഇന്ന് ഉപരിവർഗത്തിലെ കുറെ പിള്ളേര് മെഡിക്കൽ എൻട്രൻസിൽ തെറ്റാണ്, അതിൽ കുറെ കുഞ്ഞുങ്ങൾ മരിച്ചും പോയിട്ടുണ്ട്. അതിൽ വ്യക്തമായ ഖേദം ഉണ്ട്, സങ്കടമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ കാണുന്ന മനുഷ്യർ ഈ പറയുന്ന സോ കോൾഡ് ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഈ കോക്രോച്ചുകൾ എന്ന് പറയുന്നത് അദ്ദേഹം വേറൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ സാധനത്തിനാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. ഈ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയും ഭാവിയെക്കുറിച്ചില്ല. ഈ സമരത്തിൻ്റെ ഭാവിയെക്കുറിച്ചും ഈ സമരത്തിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ചും എനിക്ക് യാതൊരു കാരണം ഇവരാരും ഈ രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ട് വരുന്നവരൊന്നുമല്ല. ഇത് അവർക്ക് നൊന്തപ്പോൾ ഇറങ്ങിയൊരു സംഭവം. ഇത് ഭയങ്കര എന്താ പറയുന്നത് ഉപരിപ്ലവമേ മുകളിൽ മാത്രം കിടക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അനാവശ്യ സമരമായിട്ടാണ് ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി അല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതൊരു അനാവശ്യ സമരമായിട്ട് ചാക്കോച്ചന് തോന്നിയിട്ടുണ്ടോ? സമരങ്ങൾ എപ്പോഴും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണോ? അത് അനാവശ്യമാണോ ആവശ്യമുള്ളതാണോ എന്നുള്ളത് അവരവർക്ക് വരുമ്പോഴാണ് നമുക്ക് ബാധിക്കുക. ഇപ്പം സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തൊരു സമരമാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ബോധപ്പെടലായിരിക്കും. അല്ലെങ്കിൽ സിനിമാക്കാരുടെ സമരം ബാക്കിയുള്ളവർക്ക് ഒരു പ്രഹസനമായിട്ട് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും. ഇറ്റ് ഈസ് റിലേറ്റീവ് എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനം. ഈ പറഞ്ഞ പോലെ കർഷകർ സമരം പറഞ്ഞു, അത് ഏറ്റവും ഒരു കുറച്ചും കൂടെ വൈഡായിട്ടുള്ള രീതിയിൽ അതിനോട് ആൻസർ ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. അതിൽ പലരും മുമ്പോട്ട് വന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് മാറ്റുന്നതിനോട് എനിക്ക് വിയോജിപ്പുള്ളൂ. പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് അപ്പുറം അത് വേറെ രീതിയിൽ കാണേണ്ട ഒരു കാര്യമാണ്. ഒരു സമാധാനപരമായിട്ട് പോകുന്ന ഒരു പ്രൊട്ടസ്റ്റ് അത് വേറെ രീതിയിൽ എക്സ്കലേറ്റ് ചെയ്യപ്പെടുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. ഇത് ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവരെന്ത് സാധനം പറഞ്ഞാലും ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അന്ന് നിങ്ങളിത് പറഞ്ഞില്ലല്ലോ. അതൊരു ഭയങ്കര മോശമായിട്ടുള്ളൊരു സാധനമാണ്. കാര്യം തോന്നുമ്പോഴല്ലേ നമുക്കിത് പറയാൻ പറ്റും എന്ന് പറഞ്ഞ് ഇവര് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പത്രമൊക്കെ ഇന്ന് ഇതിലൊരു പ്രതികരണം ചാമ്പാം എന്നാണ് അവിടെ പ്രൊഫഷനേ അതല്ല. രാവിലെ എണീറ്റ് പണിക്ക് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ നൈറ്റ് ചിലപ്പോൾ 24 hours ഒക്കെ ആയിരിക്കും ഷൂട്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഇഷ്യൂ കാണുമ്പോൾ ഇഷ്ടം ഇത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ശരികേട് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത്. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണിത്. ഒരാൾ പറയുന്നുണ്ടെ എല്ലാം ഉണ്ടോ വളഞ്ഞു നിന്നിട്ട് എടാ അന്ന് പലചരക്ക് സാധനം വാങ്ങിക്കാൻ പോയപ്പം
രാമന്റെ തലേ സർവേ കല്ല് വീടതിനകത്ത് നീ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, പിന്നെ നിനക്കെന്ത് ഇപ്പൊ ഇത്രയും പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വിഭാഗം വരും. അവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോക്രോച്ചസ്. ആ കോക്രോച്ചസിനെ എന്തെങ്കിലും മാറി അടിച്ചിട്ട് തട്ടിക്കളയണം. കാരണം അവർ ആവശ്യമില്ല ഈ സൊസൈറ്റിക്ക്. നമ്മളെന്തായാലും ഈ സിനിമയിൽ പല്ലി ഇറക്കിയിട്ടുണ്ട്. പാറ്റയില്ല, പല്ലിയാണ് ഈ സിനിമയിലുള്ളത്. ഇതെല്ലാം ഒരു കാറ്റഗറിയാണ്. ഇതിന്റെ ആവശ്യമില്ല ഈ ഭൂമിയിൽ. ഓക്കെ, പാറ്റയെ കൊണ്ട് എന്ത് പ്രയോജനം? സീരിയസ് ആയിട്ട് ചോദിക്കുക. എന്തെങ്കിലും ഗുണമാണ് ഈ ഭൂമിക്കുണ്ടോ? ഉണ്ടോ? ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുമോ? പല്ലിയെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇതൊക്കെ ഒരു സൈക്കിളിന്റെ. ഏത് സൈക്കിള്? ഒരു സൈക്കിളും ഇല്ല. എന്നാ പറയും പല്ലി പ്രാണിയെ തിന്നുന്നു. പ്രാണിയെ മരുന്നടിച്ച് കൊല്ലാൻ പറ്റും. ഇപ്പൊ പല്ലിയുടെ ആവശ്യമില്ല, പാറ്റയുടെ ആവശ്യമില്ല. മനസ്സിലായേ? എവല്യൂഷൻ സൈക്കിളിൽ എക്സ്റ്റിങ്ക്ട് ആയി പോണ്ടതിനെ ഇപ്പോഴും വെച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പല്ലി ഈ സിനിമയിൽ ആവശ്യമുണ്ടെന്ന് ആ പടത്തിൽ നമ്മളെടുത്ത് അത് ഓക്കെയാണ്. പല്ലി ഇതിൽ മെയിൻ റോൾ ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോലും വിളിക്കുമല്ലോ. സ്മൃതിക്ക് വല്ല ആവശ്യമുണ്ടോ ആ ചോദ്യം ചോദിക്കാൻ? കണ്ട രണ്ട് അഭിപ്രായങ്ങള്. ചാക്കോച്ചൻ പറയുന്നത് ചാക്കോച്ചന്റെ അഭിപ്രായം, എന്റെ ഡിഫറെന്റ് പോയിന്റ്. ഇത് രണ്ടും ഒരേ സ്ഥലത്തിരുന്ന് പറയാൻ കഴിയാന്നുള്ളതാണ്. അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു മൈൻഡ് വേണം എന്തായാലും. ഇപ്പം നമ്മൾ ട്രെയിലറും ഇതൊക്കെ തരുന്ന സൂചന വെച്ചിട്ട് നമ്മൾ കണ്ട സമയത്ത് ഹൊറർ സാധാരണ ടെംപ്ലേറ്റുകളൊക്കെ മാറ്റി, അല്ലെങ്കിൽ ക്ലീഷേ സാധനങ്ങളൊക്കെ മാറ്റി പൊളിച്ചിട്ട് ഇതിലെന്തായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക? ആൾക്കാരെ പേടിപ്പിക്കാൻ എന്താണ് ടാസ്ക്, എന്തായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്? ഇല്ല, ഇത് പേടിപ്പിക്കുന്നതിനപ്പുറം ഇത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഹൊറർ ഫാക്ടർ ആണെങ്കിലും ഇതിൻ്റെ ഇമോഷണൽ ഫാക്ടർ ആണെങ്കിലും ഇതിൻ്റെ ഒരു ത്രില്ലർ അല്ലെങ്കിൽ മിസ്റ്ററി ഫാക്ടേഴ്സ് ആണെങ്കിലും ആ രീതിയിലെല്ലാം നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ പല്ലി എന്ന ദുഷ്ടകനം ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഒരു എൻ്റർടൈനർ വാല്യൂ ഓടുകൂടി ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ ഒരു അറ്റംപ്റ്റാണ് നമ്മൾ പൂർണ്ണമായിട്ടും ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഡയറക്ടറിൻ്റെ കയ്യിലാണ്. ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു? ഈ മറ്റ് രണ്ട് സിനിമയെ അപേക്ഷിച്ച്, ഇപ്പം നായാട്ടാണെങ്കിലും ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിലും, ഇത് രണ്ടും അപേക്ഷിച്ച് ഇത് രണ്ടും പോലീസ് ക്യാരക്ടേഴ്സാണ്, ഇതും പോലീസ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇതിൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ക്യാരി ചെയ്യുന്ന ഇമോഷനും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിനെ ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്? തയ്യാറെടുപ്പുകൾ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നുള്ളതാണ് സത്യം. വളരെ ഈസി ആയിരുന്നു. കാരണം ഇതിൻ്റെ ലേയേഴ്സ്, ഈ ഷെല്ലി എന്ന കഥാപാത്രത്തിൻ്റെ ലേയേഴ്സ് കൂടുതലും ഷാഹി കബീർ എന്ന സ്ക്രിപ്റ്റ് റൈറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഭാഗ്യവശാൽ ഇതിൻ്റെ കൂടെ ഫുൾ ടൈം ഷാഹി ഉള്ളതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറും കൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ്സുകളിലൊന്ന്. ഈ ഷാഹി കബീറിന്റെ നേരത്തെയുള്ള സിനിമകളിൽ മൊത്തം അങ്ങോട്ട് നോക്കിയിട്ട് ഓക്കെ ഞാൻ പൊക്കി അടിച്ചിട്ടുണ്ട്. പല്ലി അവിടെ ഉണ്ട്. അപ്പം നേരത്തെയുള്ള രണ്ട് പോലീസ് കഥാപാത്രങ്ങളും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധാരണ മനുഷ്യന്മാരാണ്. ഇതിൽ വരുന്ന സമയത്ത് എന്തോ ഒരു പവറിനോട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി വാട്ടെവർ നമ്മൾ ആ പറയുന്ന ഒരു എനർജീനെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അവിശ്വസിക്കുകയോ അതിനോട് ഫൈറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പം എങ്ങനെ നോക്കിയാലും നമുക്കൊരു എന്തോ ഒരു നമുക്ക് ഉണ്ട് എന്ന് തോന്നുന്നത് അല്ല, ഇല്ല എന്ന് തോന്നുന്ന ഒരു സാധനത്തിന് ഉണ്ട് എന്ന് അങ്ങനത്തെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൽ എങ്ങനെയായിരുന്നു ഈ ഒരു നിങ്ങൾക്ക് റിയൽ ലൈഫിലും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് നടന്നിട്ടുണ്ടാവും? ഇല്ല, ഞാൻ പറഞ്ഞത് ഇത് ഷാഹിയുടെ സിനിമകൾ കൂടുതലും അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ കൂടുതലും പുള്ളിയുടെ തന്നെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നുള്ള കഥാപാത്രങ്ങളും കഥാസാഹചര്യങ്ങളുമാണ്. അത് നമ്മൾ കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ടുള്ള രീതികളിൽ ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടി അവതരിപ്പിക്കുന്നു, എൻ്റർടൈനിങ് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു എഫേർട്ട് തന്നെയാണ് ഉന്മാദത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പല ഷെല്ലി എന്ന ക്യാരക്ടറിൽ പല ലേയേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കോമൺ മാൻ്റെ എല്ലാ ഇമോഷൻസും ആ ക്യാരക്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ പുള്ളി സഞ്ചരിക്കുന്ന വഴികളും പോകുന്ന സാഹചര്യങ്ങളും എല്ലാം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഭയപ്പെടുന്നതാവാം, അല്ലെങ്കിൽ ത്രില്ലടിപ്പിക്കുന്നതാവാം.